ആസിഫ്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ ഒരു നേതാവിൻ്റെ പതനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിത് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ഏറ്റവും മിനിമമായി ഒരു പുരുഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ? ജനപ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ഒരു പുരുഷനാണല്ലോ. ഒരു പുരുഷൻ താൻ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തിയ ഒരു പെൺകുട്ടിയോട് പറയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യം ഇങ്ങനെയാണോ എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ധാർമ്മികതയെപ്പറ്റി സംസാരിക്കുന്ന കേരള സമൂഹം അതൊക്കെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. ആസിഫ്, ഇക്കാര്യത്തിൽ നാവുകൊണ്ട് നേതാവായ ആള് നാവുകൊണ്ട് തന്നെ ആ പതനത്തിലേക്ക് പോകുന്ന വാക്കുകൾ അല്ലേ, അങ്ങനെ വിശേഷിപ്പിക്കാമല്ലേ അതിനെ? തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെ കരുതാൻ കഴിയുള്ളൂ. ഒരു മനുഷ്യൻ്റെതായിട്ടുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളായി മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പറയാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴും ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കൾ, അതായത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വരെ ഇപ്പോഴും പരാതിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ഈ ഓഡിയോ സന്ദേശങ്ങളോ ഈ ഫോൺ വിളികളോ മറ്റോ അവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാൻ കഴിയുക. കാരണം ഇത്രത്തോളം മോശപ്പെട്ട രീതിയിൽ ഒരു പെൺകുട്ടികളോട് സംസാരിക്കുന്ന സാഹചര്യം, അവരെ ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് നിരന്തരം നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം, അവരുടെ മാനസികാവസ്ഥയോ ശാരീരികാവസ്ഥയോ പോലും കണക്കിലെടുക്കാതെ, ഒരു മനുഷ്യനെന്നുള്ള പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ സംസാരിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാണ് ഇപ്പോഴും ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കളടക്കം ഇപ്പോഴും ന്യായീകരണവാദം നിരത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർ ഇപ്പോഴും ഇത്തരത്തിൽ പരാതി ഇല്ലല്ലോ എന്നുള്ള ചോദ്യം ചോദിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളത് ഈ ഒരു മണിക്കൂറിൽ സ്വാഭാവികമായും മലയാളികൾ ചർച്ച ചെയ്യുന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കും, ഒരിക്കലും നമുക്കത് പ്രക്ഷേപണം ചെയ്യാൻ കഴിയുന്ന വാക്കുകളല്ല. അവിടെയെല്ലാം നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ തന്നിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു സ്ത്രീ തനിക്ക് അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. തനിക്ക് തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും മാറി നിൽക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ ആ ഭീഷണിയുടെ സ്വരത്തിലേക്ക് രാഹുൽ എത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ മനുഷ്യർക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുമോ എന്നുള്ളത് പോലും സംശയിക്കുന്ന തരത്തിലാണ് രാഹുലിൻ്റെ പെരുമാറ്റം. അത് ഇത്രത്തോളം മുതിർന്ന അല്ലെങ്കിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു യുവ നേതാവ് ആണ് ഇത് സംസാരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം. ആ പെൺകുട്ടിയോട് ഇത് തൻ്റെ ലൈഫിനെ ബാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഏറ്റവും ഒടുവിൽ രാഹുൽ എത്തി നിൽക്കുന്നത്. നീ എങ്ങനെ പോയാൽ എനിക്കെന്താ എന്നാണ് ചോദിക്കുന്നത്, നീ എന്ത് കാണിച്ചാൽ എനിക്കെന്താ എന്നുള്ളൊരു ചോദ്യമാണ് രാഹുൽ ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നത്. പക്ഷേ അത് തൻ്റെ ലൈഫിനെ ബാധിക്കുന്നത് മാത്രമാണ് രാഹുലിന് പ്രശ്നം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, 70% ഉത്തരവാദിത്വം തനിക്കാണ് എന്നുള്ള കാര്യം ആ പെൺകുട്ടി പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും രാഹുലിന് ആ കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള കുറ്റബോധമില്ല. തൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേർ ഒരുമിച്ച് ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറയുമ്പോഴും രാഹുലിൻ്റെ വാദം അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ആ പെൺകുട്ടിയോട് ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷനോ മറ്റോ രാഹുൽ മുന്നോട്ട് വെക്കുന്നില്ല. താൻ പറയുന്ന